നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. Commit your way to the Lord, trust in him, and he will act. Psalm 37, verse 5. We begin with the sign of the cross. In the name of the Father, the Son, and the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും Our പരിശുദ്ധ Father, ആത്മാവിന്റെയും നാമത്തിൽ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മകെട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഉദരഫലമായ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. തലകളെ വണക്കി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവവും ഏകനാഥനുമായുള്ളവേ, എല്ലാ മഹത്വവും ശക്തിയും രാജ്യവും എല്ലാ പുകഴ്ചയും നിനക്കായി നേർന്നുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും രാത്രി 9:30 മണിക്ക് ഇന്ത്യൻ സമയത്ത് നിന്റെ മക്കള് നിന്റെ നാമത്തില് കൂടി വരുന്ന കൂടിവരവില് നിന്റെ അനുഗ്രഹത്തിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥാ, നിന്റെ ആത്മാവിനാൽ നീ ഇടപെടുകയും ഏകനായ നിന്റെ എല്ലാം സാധിക്കുന്ന ദൈവകരങ്ങളില് വേദനകള്, ദുഃഖങ്ങള്, രോഗങ്ങള്, കഷ്ടപ്പാടുകള്, എല്ലാ പാപങ്ങളും ഇറക്കി വെച്ച് ശുദ്ധിയുള്ള ഹൃദയത്തോടെ, ഏക മനസ്സോടെ, ഏക ആത്മാവോടെ, ഏക ശരീരത്തോടെ എന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ മറിയം വീടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുന്നുള്ള പ്രയാണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അന്തേവാസികള്, സഹായിക്കുന്നവര്, സഹായിച്ചു കൊണ്ടിരിക്കുന്നവര്, കർത്താവെ പ്രാർത്ഥനയോ സംബന്ധിച്ചവര്, സംബന്ധിക്കാരി കേൾക്കുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശു എന്ന ഏകനായ നാഥനായ ദൈവനാമത്തിൽ തന്നെ ആമീൻ. Psalms 121. ബാർക്കുമോർ, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ പഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവേ, നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവമേ, സ്തുതി നിനക്ക്.
നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാംസ് 91. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തികൾ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തുവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചെറിയ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ എന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അതിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കല്ലിൽ തട്ടിപ്പാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണയിന്മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷവനെ കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു, അറിയിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല ദേശങ്ങളിൽ പല ഭവനങ്ങളിൽ കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിന്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവെ. വിശുദ്ധ മറിയം വീടിനെ ഏൽപ്പിക്കുന്നു, അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനാഥരെയും വിധവന്മാരെയും പരിപാലിക്കുന്ന കർത്താവെ, അനാഥർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കുമായി ആശ്വാസമായി അച്ഛന് കൊടുത്തിരിക്കുന്ന താലന്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ അതിനായി ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. കർത്താവിന്റെ ആണിപ്പെടുത്തുള്ള കരം തൊട്ട് കർത്താവ് ആരോഗ്യത്തോടുമായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ അന്തവാസികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത്. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് ആശ്വാസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഭവിക്കുന്നവർക്കെല്ലാം കർത്താവ് അവിടുന്ന് ആശ്വാസം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് റിട്രീറ്റ് സെന്റർ, പാലിയേറ്റീവ് കെയർ എല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിനായി സ്പോൺസർ ചെയ്യുന്ന എല്ലാ മക്കളെയും, ചെയ്യുവാനിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളും എന്തെന്ന് കർത്താവെ അടിയങ്ങൾ അറിയുന്നില്ല, എങ്കിലും ദൈവം അതെല്ലാം അറിയുന്നല്ലോ. അതിന്മേലെല്ലാം എന്റെ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ അവിടുന്ന് ഉണ്ടെന്ന് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്ന മക്കൾ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മക്കളെ എല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണം. വിദേശത്തൊക്കെയും ജോലി സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വരാതെ സാധിക്കാതിരിക്കുന്ന മക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ ചിറകടിയിൽ കാത്ത് പരിപാലിച്ചു വണ്ണം കർത്താവെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാ ഭവനങ്ങളെ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ, അമ്മായിയെ, മോളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി കർത്താവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകളിലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ക്ഷമിച്ച് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Matthew chapter 15 verses 32 to 39. Jesus called his disciples to him and said, I have compassion for these people. They have already been with me 3 days and have nothing to eat. I do not want to send them away hungry, or they may collapse on the way. His disciples answered, Where could we get enough bread in the remote place to feed such a crowd? How many loaves do you have? Jesus asked. 7, they replied.
and a few small fish. He told the crowd to sit down on the ground. Then he took the 7 loaves and the fish, and when he had given thanks, he broke them and gave them to the disciples, and they in turn to the people. They all ate and were satisfied. Afterwards, the disciples picked up 7 basketfuls of broken pieces that were left over. The number of those who ate was 4,000, besides women and children. After Jesus had sent the crowd away, he got into the boat and went to the vicinity of Magadan. യേശു ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുവെ ദൈവം മനുഷ്യനായി അവതരിച്ച് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തി ജീവിക്കുകയും വീണ്ടും വരാമെന്ന് അരുളി ചെയ്യുന്ന ഏകനായ ദൈവമേ, വെറും പുഴിയായ ഞങ്ങളെയെല്ലാം നിന്റെ കരങ്ങളുടെ അടുത്ത് ഇത്ര മനോഹരമായിട്ട് മെനഞ്ഞുണ്ടാക്കി അത്ഭുതകരം നിന്നെ ആരാധിക്കുവാനും കുടുംബം നടത്തുവാനും നിന്നെ സ്തുതിപ്പാനും ഈ പ്രകാരം കൂടി വരുവാനും അനുവദിച്ച കൃപയോർത്ത് സ്തുതിച്ചുകൊണ്ട് ദൈവാത്മാവിൽ ഞങ്ങളോട് സംസാരിക്കട്ടെ. വചനം ഇപ്രകാരമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളായിരുന്നു. 36-ാം വാക്യത്തിൽ യേശു കുറച്ച് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ ജനങ്ങൾക്ക് വിളമ്പി. 4000 പുരുഷന്മാർ തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ കുട്ടകള് നിറച്ചെടുത്തു എന്ന്. ഇന്ന് യേശു നമ്മളോട് സംസാരിക്കുന്ന ജീവവചനം റീഡിസ്ട്രിബ്യൂഷന്റെ കാര്യമാണ്, ജസ്റ്റിസിന്റെ കാര്യമാണ്, റൈറ്റിന്റെ കാര്യമാണ്, പട്ടിണിയുടെ ആഹാരത്തിന്റെ കാര്യമാണെന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ യേശു തമ്പുരാൻ ചെയ്തത് ഇന്നും നമ്മളിൽ അന്വർത്ഥമാണ്. എങ്ങനെയാണ് പട്ടിണി ലോകത്തിൽ നിന്ന് മാറ്റുന്നത്, ദാരിദ്ര്യം എങ്ങനെയാണ് മാറ്റുന്നത് എന്ന്, അത്ഭുതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. യേശു ഇല്ലായ്മയാകുന്ന 7 അപ്പം കുറച്ച് മീനും 10,000 ജനതയെ തീറ്റിപ്പോറ്റുവാൻ അവൻ ചെയ്തത്, ദൈവം തന്റെ കരങ്ങളിൽ അപ്പം എടുത്തു, ആ 7 അപ്പം കുറച്ച് മീൻ, എന്നിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി ആഴ്ത്തി നുറുക്കി ശിഷ്യഗണങ്ങൾക്ക് കൊടുത്തു. ശിഷ്യന്മാർ എല്ലാവർക്കും വിളങ്ങി, എല്ലാവരും തിന്ന തൃപ്തരായി എന്നാണ് വചനം പറയുന്നത്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്കുള്ളതെല്ലാം ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തില് വ്യക്തമായി പറയുന്ന കാര്യമുണ്ട്. സഭ ആരംഭിച്ചപ്പോൾ പെന്തിക്കോസ്തിന് ശേഷം അവരെല്ലാം വിശ്വസിച്ചവരെല്ലാം ഏക ഐക്യതയുള്ളവരായിരുന്നു. അവർക്കുള്ളതെല്ലാം പൊതുമുതലെന്നെണ്ണി അവർക്കുള്ള സമ്പാദ്യങ്ങളും അവർക്കുള്ള ജന്മഭൂമികളും വിറ്റ് ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യമനുസരിച്ച് കൊടുത്തു എന്നും ആക്ട്സ് അപ്പോസ്റ്റൽ ചാപ്റ്റർ 2 വേഴ്സസ് 44-45 46 പറയുന്ന ഇങ്ങനെയാണ്: ആനന്ദത്തോടെ അവര് ഹൃദയ പരമാർത്ഥയോടെ ഭക്ഷിച്ചു എന്നാണ്. വിത്ത് ഹാപ്പിനെസ്, വിത്ത് ഗ്ലാഡ്നെസ് ആൻഡ് സിൻസിയർ ഹാർട്ട് they all that faith expanded and to all over the world പഠിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തില് ഇതൊരു പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇല്ലായ്മ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ റീഡിസ്ട്രിബ്യൂട്ടേഷൻ, അതായത് പുനർവിതരണത്തില് എല്ലാവരും സംതൃപ്തരാകുന്ന അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു. അവിടെ ചാരിറ്റി നമ്മുടെ അതാണ്. നിങ്ങൾക്കറിയാം, ഇല്ലായ്മയിൽ നിന്ന് അനേകര് തന്നത്രേ ഈ 3 വർഷം അവിടെ പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി കിച്ചനേഴ്സ് 25,000 ആൾക്കാരത്തോളം 2 വർഷം കൊണ്ട് അവർക്കാരും കൊടുക്കാൻ സാധിച്ചു. കാരണം ഇല്ലായ്മയിൽ നിന്ന് ഒരു ബാഗ് റൈസ് ആകാം, അല്ലെങ്കിൽ 6,000 രൂപയാകാം, 1,000 രൂപയാകാം, പ്രാർത്ഥനയാകാം. അങ്ങനെയാണ് ഈ ഹോം നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അനേകർ ഇതുപോലെ പങ്കുചേർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആർക്കും ദാരിദ്ര്യമില്ല അവിടെ. മാത്രമല്ല, രോഗം വന്നാൽ അവരെ നോക്കുവാൻ ആൾക്കാരുണ്ട്. പാലിയേറ്റീവ് കെയർ കിടന്നാലും ഒരു വീട്ടില് കഴിഞ്ഞ ആഴ്ചയിൽ, അതായത് ഈ ആഴ്ചയിൽ മൺമറഞ്ഞതായ കൊച്ചമണിയുടെ കാര്യം ഉദാഹരണമാണ്. മൺമറഞ്ഞ സമയത്തെല്ലാം
അത്രമാത്രം കെയർ ലഭിച്ചു. അവിടെ വീട്ടുകാർ പറഞ്ഞത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ഞങ്ങൾക്കെങ്കിൽ. നിങ്ങൾ ഇത്ര നോക്കിയോ, നിങ്ങളുടെ അച്ഛന്മാരെ ഒന്ന് പ്രാർത്ഥിച്ച് ക്രീമിയേറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. സോ വി ഡിഡ് ഇറ്റ്. സോ ബിക്കോസ് we redistributed our property, our possession to this home. വീണ്ടും അച്ഛൻ ഓർപ്പിക്കുകയാണ്, നമ്മുടെ എല്ലാം ജീവിതത്തിലെല്ലാം നമ്മുടെ കുടുംബത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, സഹോദരികളോ സഹോദരന്മാരോ ആരെങ്കിലും ദാരിദ്ര്യത്തിലുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൂടുതലുണ്ടെങ്കിൽ we have to take care of them first. എൻ്റെ വീട്ടിലെല്ലാം ഞങ്ങൾ 5 സിബ്ലിങ്സ് ആണ്. എൻ്റെ ഇളയ സിസ്റ്റർക്കാണ് അധികം ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉള്ളത്. ഞങ്ങൾ പറയാറുണ്ട്, ഇത് ഞങ്ങൾക്കുള്ളതല്ല, നിന്റെയും പ്രോപ്പർട്ടിയാണ്. എനി ടൈം വാട്ട് എവർ യു വാണ്ട്, യു കം ആൻഡ് യു ആസ്ക്, യു ഗെറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് എ വേ വി ലിവ്. അഗൈൻ ഐ സേ, വീട്ടില് ഇപ്പോൾ ജോസ്കുട്ടി താമസിക്കുന്ന വീട്ടില് നമ്മുടെ ഹോമില് ധാരാളം പുളിയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്. അവിടെ നമ്മൾ വിൽക്കുന്നില്ല. എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾ വന്ന ആവശ്യക്കാർക്ക്, ഒരു അയൽപക്കംകാർക്കൊക്കെ പറിച്ചുകൊണ്ട് പോകാമെന്ന്. ദിസ് റീഡിസ്ട്രിബ്യൂഷൻ വർക്ക് വി ഡു. ബൈബിൾ സാക്ഷിക്കുന്ന പഴയ നിയമത്തിലെല്ലാം ലേവ്യ പുസ്തകം 22:23 യഹൂദന്മാരോട് പറയുന്നത്, നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ 7-ാം വർഷം നിങ്ങൾ ഫാലോ ലാൻഡ് ഇട്ടിരിക്കണം, അതിൽ ലഭിക്കുന്നതെല്ലാം പാവപ്പെട്ടവനാണ്. മാത്രമല്ല, എന്ന് കൃഷി ചെയ്താലും അതിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവന് വേണ്ടി നീക്കി വെക്കണമെന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും ഓർപ്പിക്കുന്നു, എല്ലാം പൊതുവകയെന്നെണ്ണുകയും ആവശ്യക്കാർക്ക് ആവശ്യങ്ങൾ കൊടുക്കുകയും ചെയ്താൽ ഈ ലോകത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല. സാരഫാത്തിലെ വിധവയ്ക്ക് അത്ഭുതകരമായി, അതായത് ഇല്ല എന്ന് പറഞ്ഞ എണ്ണയും ഇല്ല എന്ന മാവും കലം നിറച്ചു കൊടുക്കുവാൻ ശക്തനായ ദൈവം, വിധവയുടെ ചില്ലിക്കാശിട്ടപ്പോൾ അതാണ് വലുതെന്ന് പറഞ്ഞ ദൈവം, അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ പ്രകാരം നമ്മളിലും അത് അന്വർത്ഥമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശു 7 അപ്പവും കുറച്ച് മീനും തന്റെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, ശിഷ്യന്മാർ മറ്റുള്ളവർക്ക് കൊടുത്തു. അങ്ങനെ 7 അപ്പം കൊണ്ട് 4000 പുരുഷന്മാരെ തിറ്റിപ്പോറ്റിയ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. കൊണ്ട് സോ വി ഷുഡ് always in Jesus, only God. May God bless you all. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൻ നിറഞ്ഞ സഹവാസവും സംബന്ധവും യേശു എന്ന ഏകനായ നാഥനും ദൈവവും കർത്താവുമേ ഈ നിന്റെ മക്കളുടെ മേലും ഇത് കേൾക്കുന്നവരെ മേല്, രോഗികളായി കിടക്കുന്നവര്, നിന്റെ പരിശുദ്ധാത്മാവിന എല്ലാ ശക്തിയും ബലവും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ. ആമീൻ. ആകുല